റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഹദീസ് ഉണ്ട്. അതൊരു പക്ഷേ റമദാൻ തീരാനാകുമ്പോഴാണ് നമ്മൾ കൂടുതലും കേൾക്കാൻ സാധ്യത. എന്നാൽ അത് ആ സമയത്ത് കേട്ടിട്ട് കാര്യമില്ല, അത് ഈ തുടക്കത്തിൽ കേൾക്കേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മിമ്പറിലേക്ക് കയറാണ് ഖുതുബ ഓതാൻ വേണ്ടി. ആ സമയത്ത് 3 തവണ ആമീൻ 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 എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതിന്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി എന്താണ് പതിവില്ലാതെ ഈ രൂപത്തിൽ ആമീൻ പറയാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ആ സമയത്ത്, ഞാൻ ആ കയറുന്ന സമയത്ത് എൻ്റെ അടുത്ത് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. 3 കാര്യങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യാണ്, ഒരു മനുഷ്യന് റമദാൻ കിട്ടുകയും റമദാനിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് അവസരം കിട്ടുകയും ആ റമദാൻ തീർന്നുപോയി, കഴിഞ്ഞുപോയി, പെരുന്നാളായി, എന്നിട്ടും ആ മനുഷ്യന്റെ ദോഷങ്ങളൊന്നും പൊറുപ്പിക്കപ്പെട്ടിട്ടില്ല. ആ റമദാൻ വരുമ്പോഴുള്ള അവസ്ഥയിൽ തന്നെയാണ് റമദാൻ വിട പറയുമ്പോഴും അയാളുള്ളത്. അങ്ങനെയുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, നബിയെ നിങ്ങൾ ആമീൻ പറയണം. അപ്പോ ഞാൻ ആമീൻ പറഞ്ഞു. അങ്ങനെ ശേഷം 2 വിഷയങ്ങളും കൂടെ പറയുന്നുണ്ട്. ഒന്ന്, മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ട പരിചരണം നൽകാത്തവരാണ്. മറ്റൊന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവരാണ്. അവർക്കും ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന് അവർ വിദൂരത്താവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. മലക്കുൽ മുഖറബാണ്, അള്ളാഹുവിന്റെ ഏറ്റവും സമീപസ്ഥനായ അടുപ്പക്കാരനായ മലക്കാണ്. ആമീൻ പറയുന്നത് ആരാണ്? അള്ളാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കൊണ്ട് പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെട്ട് സംശുദ്ധരായി ഈ മാസത്തെ എല്ലാ നിലക്കും പരിചരിച്ചുകൊണ്ട് വേണ്ടതുപോലെ ബഹുമാനിച്ചുകൊണ്ട് യാത്ര അയക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ദുആ ചെയ്ത ഈ പരാജിതരിൽ അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട ആരെയും ഉൾപ്പെടുത്താതെ നമുക്കൊക്കെ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.